നീ എൻ സ്വന്തം ഭാഗം 67. ഞാൻ വരുന്നത് കൊണ്ട് ആ ചേട്ടൻ റെഡിയാക്കി വെക്കുന്നതാണ്, ശ്രീദേവ് പറഞ്ഞു. അവിടെ ഒരു സിങ് ചെയറും പിന്നെ ഒരു മിനി കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നും അവിടെയില്ല എന്ന് അവൾക്ക് തോന്നി. ഇഷ്ടപ്പെട്ടോ? ശ്രീദേവ് ചോദിച്ചു. ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആക്കിയാലോ? ശ്രീദേവ് അവളുടെ ചെവിയുടെ അടുത്ത് വന്ന് ചോദിച്ചതും പെട്ടെന്ന് അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ശ്രീദേവ് പറഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇങ്ങനെ നോക്കല്ലേ ദക്ഷ, നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട, ശരിയാവില്ല, നമുക്ക് പോകാം, ശ്രീദേവ് ചോദിച്ചു. പോകാം, അവളും പറഞ്ഞു. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്കും ചെറിയൊരു പേടി തോന്നി തുടങ്ങി. ചെക്കന് ഒട്ടും കൺട്രോളില്ല എന്ന് ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സിനിമയിലേക്ക് കാണുന്നത് പോലെ ഒരു റൊമാൻറ്റിക് ഹീറോ തന്നെയാണ് എന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞതും ഞാനൊരു കോഴിയാണെന്ന് തോന്നിയോ? ശ്രീദേവ് അത് കണ്ട് ചോദിച്ചു. ഇല്ല, സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഹീറോയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അഭിനയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരാറില്ലെന്ന് തോന്നുന്നു, അല്ലേ? അവൾ ചോദിച്ചു. ആഹാ, അങ്ങനെ തോന്നിയോ? സത്യമാണ്, ഈ സിനിമയിലേക്ക് ഒരുപാട് അഭിനയിച്ചപ്പോൾ ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫീല് അതിപ്പോൾ ഞാൻ അറിയുന്നുണ്ട്. അതെനിക്ക് തന്നത് നീയാണ്. ആദ്യമായിട്ട് ഞാനത് അറിഞ്ഞതും നിന്നിലൂടെയാണ്. നിന്നിലൂടെ മാത്രം എനിക്കിനി അതറിഞ്ഞാൽ മതി. മറ്റൊരു ലഹരിയും ഇനി ശ്രീദേവിനുണ്ടാകില്ല, ഇനി ഉണ്ടാകണ്ട. അത്രമാത്രം ഈ ദക്ഷ എന്ന ലഹരിയിൽ ശ്രീദേവ് അടിമപ്പെട്ടു പോയി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം ദക്ഷ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്കും വല്ലാത്ത സന്തോഷം തോന്നി. എന്നാ ഇനി പോകാം, അല്ലെങ്കിൽ ശരിയാക്കില്ല, അവൻ വീണ്ടും പറഞ്ഞതും അവൾ വേഗം തന്നെ നടന്നു. എങ്ങോട്ട് തിരക്ക് പിടിച്ച്, പതിയെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിക്കൊണ്ട് ആ ഡോറടച്ചു. പതിയെ താഴേക്കിറങ്ങി. അവിടെ നിന്ന് തന്നെ ആ ഡോറും അടച്ച് അവൻ പുറത്തേക്കിറങ്ങി. ശ്രീദേവ് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു. ദാ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. നാളെയോ മറ്റന്നാളോ നമുക്ക് വ്യക്തമായിട്ട് പുലർവെട്ടത്തിൽ കാണാം, പോരെ? ശ്രീദേവ് ചോദിച്ചു. പിന്നെ ഇവിടേക്ക് എനിക്കും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കോ, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടനും ശരണ്യയ്ക്കും റോയ്ക്കും ശങ്കറിനും വിശ്വത്തിനും മാത്രമേ പ്രവേശനമുള്ളൂ. മറ്റാരും ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശനോ മുത്തശ്ശിയോ പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇത് നോക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന ആ ചേട്ടനോ ആരെയും ഇങ്ങോട്ട് കടത്തിയിട്ടില്ല. ഇനി ഇവിടേക്ക് വരാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിനക്കാണ്. എൻ്റെ ഭാര്യയായി വരുന്ന പെണ്ണിനുള്ളതാണ്. അപ്പോൾ ഇനി ഞാനില്ലെങ്കിൽ കൂടി എപ്പോഴാണെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. വീണ്ടും തിരിച്ചു നടക്കുമ്പോൾ ദക്ഷയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. ദക്ഷ, ഇവിടെ രാവിലെ വന്ന് കാണണം. ഞാൻ പറഞ്ഞില്ലേ നിറയെ പൂക്കളുണ്ടെന്ന്. ആ പൂക്കളിൽ നിറയെ ബട്ടർഫ്ലൈയും കുഞ്ഞി കുഞ്ഞി കിളികളും എല്ലാം വന്ന് ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ്. അവരുടെ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണ്. ഞാൻ ചില രാത്രികളിൽ ഇവിടെ വന്ന് കിടക്കാറുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, പണ്ട്. അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതിനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചറിയാം. ഒറ്റയ്ക്ക് എന്തായാലും ഞാനിനി ആ ഫീൽ അറിയാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ഒപ്പമേ അതെല്ലാം നോക്കിക്കാണും.
ശ്രീദേവ് പറഞ്ഞു. അവർ രണ്ടുപേരും നടന്ന് താഴെ എത്തിയതും ശ്രീദേവ് ഫോണെടുത്ത് വിശ്വത്തിനെ വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. എടാ എടാ എടാ, നീ ഇത് എവിടെ പോയി കിടക്കാടാ? വേഗമൊന്ന് വന്നേടാ. അവൾമാർ ഇതുവരെ ചോദിച്ചിട്ടില്ല. എല്ലാം ലൂഡോ കളിക്കുന്ന തിരക്കില. ഞങ്ങളതേ അവരുടെ വാതിക്കൽ തന്നെ വന്ന് നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. നീ വേഗം വാ, അവളെ വേഗം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും. ഏകദേശം എക്കത്തിന് ഉറക്കം വന്നു തുടങ്ങി. ഇനിയായിരിക്കും ദക്ഷയെ അന്വേഷിക്കാൻ പോകുന്നത്. വേഗം വാടാ ശ്രീദേവ്, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ, വിശ്വം പറയുന്നുണ്ട്. എന്നാ വന്ന് വാതിൽ തുറക്ക്, ശ്രീദേവ് പറഞ്ഞതും നീ താഴെയുണ്ടോ, താ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ഓടുന്നത് കണ്ട് റോയും ശങ്കറും ആശ്വാസത്തോടെ നിന്നു. വന്നെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എന്ത് പറയായിരുന്നു നമ്മൾ അവരോട്? ഓ, അവൻ്റെ വീട്ടുകാരെ ഇവിടെ താമസിപ്പിക്കാഞ്ഞത് ഒരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ അവരെയും കൂടി പേടിക്കണ്ടായിരുന്നോ? ഇവനിങ്ങനെ പണി തരാനായിരിക്കും അവരെ ഇവിടെ നിന്ന് മാറ്റിയത്, റോയ് പറഞ്ഞു. എന്നാലും അവൻ അവളെയും കൊണ്ട് എവിടേക്കായിരിക്കും പോയിരുന്നത്? ശങ്കർ അതാണ് അപ്പോൾ ആലോചിച്ചത്. നീ അതാണ് ആലോചിച്ചത് ഇത്ര നേരം? എടാ, ആ ശരണ്യ എങ്ങാനും വന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തു പറയുമായിരുന്നു? എന്തിനാണ് പേടിക്കുന്നത്? അവരോട് സത്യം പറയണം. ശ്രീദേവ് എന്തായാലും ഇങ്ങനെ ഒളിച്ചു നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്തായാലും അവൻ്റെ പെണ്ണിൻ്റെ കാര്യം എല്ലാവരോടും പറയും, പ്രത്യേകിച്ച് അവളുടെ കൂട്ടുകാരോടും പിന്നെ അവൻ്റെ പെങ്ങളോടും. അവന് ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഒരു സപ്പോർട്ട് വേണമല്ലോ. അവൻ ഉറപ്പായിട്ടും അവരോട് പറയും. അപ്പോൾ പിന്നെ നമ്മളെന്തിനെ പേടിക്കുന്നത്? ശങ്കർ പറഞ്ഞു. എന്നാൽ പിന്നെ അവനിത് നേരത്തെ പറഞ്ഞ അത്രയും ടെൻഷൻ നമ്മൾ അനുഭവിക്കേണ്ടല്ലോ, റോയ് പറഞ്ഞു. ആദ്യം നമുക്ക് നമ്മുടെ പ്രണയം മര്യാദയ്ക്ക് നേരെ ചൊവ്വേ അവരോട് പറഞ്ഞ് അവരുടെ മറുപടി കേൾക്കാൻ നോക്കാം. അവൻ്റെ പറയുകയും കഴിഞ്ഞ് ആ പെണ്ണിനെയും കൊണ്ട് നൈറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്ത് നമ്മൾ മാത്രം ഇങ്ങനെ കാവലി നിൽക്കുന്നു, ശങ്കർ പറഞ്ഞു. നമ്മുടെ റോൾ മോഡൽ എപ്പോഴും അവനല്ലേ, അപ്പോൾ അവൻ്റെ പാത നമുക്ക് പിന്തുടരാം, റോയ് പറഞ്ഞു. ഇതേ സമയം വിശ്വം ചെന്ന് പുറകുവശത്തെ വാതിൽ തുറന്നു കൊടുത്തലും ശ്രീദേവിനെ കണ്ട് വിശ്വം പല്ല് കടിച്ചു നോക്കി. എടാ, നീ കയറി വാ എന്ന് പറഞ്ഞതും ശ്രീദേവ് പുഞ്ചിരിയോടെ തന്നെ ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നീ അവളെയും കൊണ്ട് ട്രീ ഹട്ടിലേക്ക് പോയതല്ലേ? വിശ്വം ചോദിച്ചു. അതെ, നാളെയോ മറ്റന്നാളോ ഇവളെ എൻ്റെ പെങ്ങൾ കൊണ്ടുപോയി അത് കാണിക്കും. അതിനു മുമ്പ് എനിക്ക് കാണിക്കണം തോന്നി. എന്നാ നിനക്കത് പകൽ കാണിച്ചുകൂടായിരുന്നോ? ഈ രാത്രി തന്നെ പോണായിരുന്നോ? എടാ, നിനക്കറിയില്ലേ അവിടെ രാത്രി കാണാനാ ഭംഗിയെന്ന്? ശ്രീദേവ് ചോദിച്ചു. ഭംഗിയൊക്കെ ശരിയാ. അതിനു മുമ്പ് നീ നിൻ്റെ ഇഷ്ടം വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും നിൻ്റെ ആ പെങ്ങളോടും ഇവളുടെ കൂട്ടുകാരോടും ഒന്ന് പറയും. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനാ, വിശ്വം പറഞ്ഞു. പറയുന്നുണ്ട്, ഒരുപാട് വൈകിക്കാതെ തന്നെ. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളും പറഞ്ഞു വയ്ക്കുന്നത് നല്ലതിനായിരിക്കും, ശ്രീദേവ് പറഞ്ഞു. ഓ, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം കലിതുള്ളി നടന്നു പോയി. അവൻ്റെ പുറകെ ശ്രീദേവും ദക്ഷയും. അതെന്താ വിശ്വം ചേട്ടന് ഇത്രയും ദേഷ്യം? അതോ, അവന് തൻ്റെ ഭാനുവിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനത് ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അവന് പറയാനേ ഒരു പേടി. ഭാനു ആയതുകൊണ്ടാണേ, ശ്രീദേവ് പറഞ്ഞു. അത് കുഴപ്പമില്ല, അവളോട് പറഞ്ഞെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളപ്പം മറുപടി പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അവൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ദീക്ഷ പറഞ്ഞു. എൻ്റെ പൊന്നു കൊച്ചേ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ദാ ആ കലിതുള്ളി പോയില്ലേ, അവൻ്റെ ആദ്യത്തെ പ്രണയമാണത്. ആദ്യത്തേത് തന്നെ ഫ്ലോപ്പായിപ്പോയാൽ താങ്ങാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ദിവസം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മറുപടി പറയാതെ നടന്നപ്പോൾ ഞാൻ അനുഭവിച്ചതാ. അതിനി അവരെ കൂടെ അനുഭവിപ്പിക്കണോ? ശ്രീദേവ് ചോദിച്ചു. ആദ്യം എൻ്റെ ഈ ദേവ് പറഞ്ഞതുപോലെ അവരോട് മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ പറയും. അങ്ങനെ പറഞ്ഞ അവരുടെ മനസ്സിൽ ചെറുതായെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവരൊരിക്കലും റിജക്റ്റ് ചെയ്യില്ല, ദക്ഷ പറഞ്ഞു. ആണോ? ഉറപ്പാണോ എൻ്റെ ദക്ഷ കൊച്ചിന്? ശ്രീദേവ് ചോദിച്ചു. ഉറപ്പ്.
എന്നാൽ പിന്നെ അവരോട് മൂന്നുപേരും പറയട്ടെ അവരുടെ പ്രണയം തൻ്റെ കൂട്ടുകാരോട് പറയാൻ ശ്രീദേവി ചോദിച്ചു. 3 പേരോടോ? ആ അതെ, 3 പേരോട്. തൻ്റെ 3 കൂട്ടുകാരെയും നോട്ടം വെച്ചിരിക്കുക. എൻ്റെ 3 കൂട്ടുകാർ. അവരവരുടെ ഇഷ്ടം പറയട്ടെ. താൻ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അത് അംഗീകരിക്കട്ടെ, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യട്ടെ. അത് അംഗീകരിക്കാനും അവർക്ക് പറ്റും, അല്ലെങ്കിൽ പറ്റണമല്ലോ. ശ്രീദേവി പറഞ്ഞു. ദേ, നിങ്ങളുടെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ? വേണ്ടാതെ കയറി വരാൻ നോക്ക്. ശ്രീ, നിൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇവിടെയുണ്ട്, നീ അത് മറന്നോ? വിശ്വം തിരിഞ്ഞു നിന്നുകൊണ്ട് ശ്രീദേവിനോട് പതിയെ ചോദിച്ചു. ആ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവും ദക്ഷയും അവൻ്റെ പുറകെ തന്നെ ചെന്നു. അവർ മുകളിലേക്ക് ചെന്നതും, എൻ്റെ കൊച്ചെ ഒന്ന് വേഗം അകത്തേക്ക് കയറിപ്പോയേ. ഇതുവരെയും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നാലും ഈ ലൂഡോ കളിക്കുന്നതിൽ ഇത്രയും ശ്രദ്ധാപൂർവം ഇരിക്കുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണാം. സ്വന്തം കൂട്ടുകാരിയെ കാണാതെ പോയിട്ട് പോലും അന്വേഷിക്കാൻ ഒറ്റെണ്ണം അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. റോയ് പറഞ്ഞു. അതങ്ങനെയാ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് ലൂഡോ. അത് കളിക്കാൻ നിന്നാൽ ഞങ്ങളാരും ഭക്ഷണം പോലും കഴിക്കില്ല എന്നാ അമ്മ പറയാറ്. ദക്ഷ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോയി കുറച്ച് വെള്ളം കുടിക്കട്ടെ. എത്ര നേരമായെന്നറിയോ മുള്ളുമ്മേ നിൽക്കുന്നത്, വിശ്വം പറഞ്ഞു. ആ അത് ശരിയാ, ഞാനും, റോയ് പറഞ്ഞു. നീ നിൽക്കണം, നീ നിന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടാ, അവള് ആ കനിക ഇന്നിങ്ങോട്ട് കുറ്റിയും പറിച്ച് വരുമെന്ന് നിൻ്റെ മറ്റവൾ പറഞ്ഞില്ലേ? ദക്ഷ റൂമിലേക്ക് കയറിപ്പോയതും ശ്രീദേവി ചോദിച്ചു. ഇല്ലടാ, സത്യമായിട്ട് അവൾ പറഞ്ഞില്ല. ഇനി ഇവൾ പറയാതെ വന്നതാണോ? റോയ് ആലോചിച്ചു. നീ ഇവിടെ നിന്ന് ആലോചിക്കേ, ഞാൻ പോയി കിടക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി പോയതും, ഇപ്പം നമ്മളാരായി? ഇത്രയും നേരം ഇവന് കാവലിൽ നിന്നതല്ലേ നമ്മൾ? എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ അവൻ ദേ പൊടിയും തട്ടി പോകുന്നു. ഇനി നമ്മളെന്തിനു വായി നോക്കി നിൽക്കുന്നത്? വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കറും റോയും വിശ്വവും അവരുടെ റൂമിലേക്കും പോയി. ഏയ് ദക്ഷ, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി? ഞങ്ങളിത് ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിൻ്റെ കാര്യം മറന്നുപോയി, ഭാനു പറഞ്ഞു. അത് ഞാൻ താഴെ ഉണ്ടായിരുന്നു, ദേവുമായിട്ട് മൂവിയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു, ദക്ഷ പറഞ്ഞു. ദേവ്? ഏട്ടനെ എല്ലാവരും ശ്രീന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദേവ് എന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്തായാലും കൊള്ളാം ദേവ്, ഇനി ഞാനും അങ്ങനെ തന്നെ വിളിക്കാൻ പോകുന്നത്. ശരണ്യ പറഞ്ഞതും, നന്നായി, അങ്ങോട്ട് ചൊല്ല്, നിൻ്റെ ഏട്ടൻ നിന്നെ പഞ്ഞിക്കിടും. ഇത് നിൻ്റെ ഏട്ടൻ എൻ്റെ ദക്ഷ കൊച്ചിന് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന അനുവാദമാണ്, ഭാനു ദക്ഷയ്ക്ക് മാത്രം കേൾക്കാനായി പറഞ്ഞു. അല്ലേ എൻ്റെ ദക്ഷ കൊച്ചെ? അതെ, 2 പേരും കൂടി എങ്ങോട്ട് പോയിട്ട് വരുന്നതാണ്? ഭാനു ചോദിച്ചു. അത് നാളെ പറയാം, ദക്ഷ പറഞ്ഞു. എന്താണ് അവിടെ ഒരു സ്വകാര്യം? ഞങ്ങളറിയാത്ത എന്ത് രഹസ്യമാണ് പറയുന്നത്? ശ്രീക്കുട്ടി ചോദിച്ചു. എൻ്റെ പൊന്ന് ശ്രീക്കുട്ടി, ഒന്നുമില്ല. ഞാൻ ദേ ഇവളോട് നാളെ എന്താ പരിപാടി എന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങാമെന്ന് പറയായിരുന്നു. അത് ശരിയാ, ഇന്ന് അവർ മോർണിംഗ് വാക്കിന് പോയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. നാളെ നമുക്കും കൂടി പോയാലോ? സാരംഗി ചോദിച്ചു. അത് വേണോ? പോയി നോക്കാം, അമ്പലത്തിൻ്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. ഇവിടെ നാട്ടുമ്പുറത്തുള്ള നല്ല ചുള്ളൻ ചെക്കന്മാരെ കാണാൻ പറ്റും, സാരംഗി പതിയെ പറഞ്ഞതും. അത് ശരിയാ ചേച്ചി, ഞാനിവിടെ പണ്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഇതിലും ചെറുതായതുകൊണ്ട് ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നൊരു കലക്കും, ശരണ്യ പറഞ്ഞു. കലക്കി നിൻ്റെ ചേട്ടൻ നിൻ്റെ ജീവിതം കലക്കാതിരുന്നാൽ മതി. അവൾ പറയുന്നത് കേട്ട് ഭാനു പറഞ്ഞു. എൻ്റെ പൊന്നു ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ, ഞാനൊരു ആവേശത്തിന് പറഞ്ഞതാ, ചുമ്മാ ഒരു വായ്നോട്ടം, വേറെ ഒന്നുമില്ല, അവൾ പറഞ്ഞു. വേറെ ഒന്നും ഉണ്ടാക്കരുത്, കാരണം ഞങ്ങളാ മൂത്തത്, ഞങ്ങളെ കഴിഞ്ഞിട്ട് മതി നീ, കേട്ടല്ലോ, ഭാനു പറഞ്ഞു. അതിന് ചേച്ചിക്ക് കോടീശ്വരനെ വേണമെന്നല്ലേ പറയുന്നത്? അവരൊന്നും ഈ നാട്ടിൻപുറത്തുണ്ടാകില്ല, പിന്നെ ഉള്ള കോടീശ്വരന്മാരെല്ലാവരും ഈ വീട്ടിലുണ്ട്, ശരണ്യ പറഞ്ഞതും. ആര്? ഭാനു ചോദിച്ചു. വേറെ ആര്? വിശ്വം ചേട്ടൻ, റോയ് ചേട്ടൻ, പിന്നെ ശങ്കർ ചേട്ടൻ, പിന്നെ എൻ്റെ ഏട്ടനും. 4 VIP-കളും ഇവിടെയുണ്ട്, അവൾ പറഞ്ഞു.
ആ, ഇതിൽ അവസാനം പറഞ്ഞ പേര് ഓക്കെ. പുള്ളി ഒരു കോടീശ്വരൻ തന്നെയാ. ബാക്കിയുള്ളതുങ്ങളോ? അവരും ഏട്ടനെ പോലെ തന്നെ അത്രയ്ക്കില്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുന്നവർ തന്നെയാ ചേച്ചി, ശരണ്യ പറഞ്ഞു. ശരിക്കും? ഭാനു ചോദിച്ചു. ആ, ശരിക്കും. ഇനി അതിൽ നിന്ന് ആരെ വേണമെന്ന് മാത്രം ചേച്ചി തിരഞ്ഞെടുത്താൽ മതി, ശരണ്യ പറഞ്ഞു. അതിൽ നിന്നും ഒരാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 3 പേർ. അതിലാര് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവൾ പറഞ്ഞത് കേട്ടതും സാരംഗിയുടെയും ശ്രാവണിയുടെയും നെഞ്ചൊന്ന് പിടഞ്ഞു. സാരംഗിയുടെ മനസ്സിൽ റോയിയും ശരണ്യയുടെ മനസ്സിൽ ശങ്കറും ആ നിമിഷം തന്നെ കടന്നു വന്നിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.